ആ പുതിയ 2 ഷർട്ട് മുണ്ടൊന്ന് തേച്ച് വെച്ചേ. എവിടെ പോണം? 2 ഷർട്ട് മുണ്ടൊന്ന് തേച്ചേ. ഞാൻ ചോദിച്ചു കേട്ടാ, നിങ്ങൾ എവിടെ പോണെന്ന്? തേക്കടി. എവിടെ പോണെന്ന് ചോദിച്ചിട്ട് അത് പറയണില്ലല്ലോ. അതല്ലടി, മലയാളത്തിലല്ലേ പറഞ്ഞത് തേക്കടി. നല്ല സൗകര്യമില്ല. ഇംഗ്ലീഷിലല്ലല്ലോ പറഞ്ഞത്, മലയാളത്തിലല്ലേ പറഞ്ഞത്. പറഞ്ഞാൽ നിനക്ക് മനസ്സിലാത്തിന് ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ എവിടെ പോണ? തേക്കടിന്ന്. ഓ, എനിക്ക് കലി കയറണുണ്ട്. നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി എന്തെങ്കിലും പറ്റിയാ ഞാൻ അറിയുവോ? സ്ഥലം പറയാണ്ട്. ഇനി അത് പോട്ടെ, ആരെങ്കിലും നിങ്ങളെ തിരക്കി ഇവിടെ വന്ന് ഇവിടെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? നിങ്ങളെ ഇവിടെ പോണ പക്ഷെ അത് പറ ആദ്യം. തുണി ഞാൻ തേച്ചു തരാം. പോണ സ്ഥലം ആദ്യം പറ, എന്നിട്ട് തേക്കാം. ദൈവം ഇതിനെയൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലായി? എവിടെ പോണെന്ന്? തേക്കടി എന്ന് പറഞ്ഞു. നല്ല സൗകര്യമില്ല തേക്കാനായിട്ട്. അത് കൊള്ളാല. ഏതാണ്ട് ഉടായിപ്പാണ്, അതാണ് പോണ സ്ഥലം പറയാൻ ഇത്ര മടി. റെഡിയായില്ലേ? ഷർട്ട് മുണ്ടും തേക്കാൻ പറഞ്ഞിട്ട് അവള് തേക്കാനല്ല. നല്ല സൗകര്യമില്ല തേക്കാനായിട്ട്. പോണ സ്ഥലം ഇതുവരെ പറഞ്ഞില്ലല്ലോ. എടാ, ഒരു 100 വട്ടം ഞാൻ ഇയാളോട് ചോദിച്ചു എവിടെ പോണെന്ന്. എന്നിട്ട് അയാൾ തുണി ആക്കണ കാര്യം പറയണല്ലാതെ പോണ സ്ഥലം പറയണില്ല. എനിക്കും പറ്റൂല. ഇയാൾക്കാ പറയാൻ കഴിയില്ല. നീ എങ്കിലും ഒന്ന് പറയാം എവിടെ പോണത്. ആഹാ, അത് കൊള്ളാല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കെട്ടിയൻ എന്നെ ഇടിപൊടി എന്ന് വിളിക്കും. എന്ന് വെച്ച് കണ്ടവന്മാര് വീട്ടിൽ കയറി ഒന്ന് ഇടിപൊടി എന്ന് വിളിച്ചിട്ടില്ല, അടിച്ച കാരണം വിളിക്കും. പറഞ്ഞാൽ മനസ്സിലാവൂല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പെടാപ്പാട് വെട്ടിയിരിക്കണ ഇപ്പൊ ഇവിടെ കിടന്നു. നിനക്ക് എന്നാ കാര്യടാ എന്നെ ഇടിപൊടി എന്ന് വിളിക്കും? ഞാൻ ഒരു വട്ടം പറഞ്ഞു, ഇനി ഞാൻ അടിക്കും, സത്യമായിട്ട് അടിക്കും ഞാൻ. മനസ്സിലായില്ലേ ഇപ്പൊ പറഞ്ഞത്? പിന്നെ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. പറയണ്ടേ? കോട്ടയം കുമളി വഴി തേക്കടിക്ക് പോണെന്ന് ഞങ്ങ ടൂറ് പോണ തേക്കടിയുടെ കാര്യമായിരുന്നാ പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ എപ്പ മോലി എന്ന് പറഞ്ഞ വായിലെ വെള്ളം പറ്റിയ. അതെ, ഞാനും വന്നെ തേക്കടിക്ക്. നീ വന്നേ, പിന്നെ ഞാനില്ല. നിങ്ങൾ പോയിക്കും. ആടാ, ഇനി ഞാൻ ചേട്ടനില്ലാതെ നിങ്ങളുടെ കൂടെ തേക്കടിക്ക് ടൂർ വരാം. എന്തേ, കൊള്ളാലോ നിന്റെ മനസ്സിലിരിപ്പ്? കാരണം കൊണ്ടുപോയ ആംബുലൻസിനെ അവള് നിന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ചില സമയത്ത് ഇയാളുടെ സ്വഭാവം കണ്ടാലുണ്ടല്ലോ, കത്തിയെടുത്ത് കുത്തിക്കൊല്ലാ തോന്നും. എന്നെ കത്തിയെടുത്ത് കുത്തിയാൽ നീ തന്നെ ചാവും. അതെങ്ങനെയാണ്? ഞാൻ ചേച്ചിയല്ലേ ചേട്ടനല്ലേ കുത്തണം, അപ്പൊ ചേട്ടനല്ലേ ആവുള്ളൂ. അവളെ എന്നെ കുത്തിയാ അവള് തന്നെ ചാവും. എങ്ങനെയാണെന്ന്? ചേട്ടനല്ലേ ആവുള്ളൂ. എടാ, എന്റെ ചങ്കിലിരിക്കണത് അവളല്ലേ, അപ്പൊ അവളല്ലേ ചാവുള്ളൂ. ഓ, എന്റെ പൊന്നോ, എന്തൊരു സ്നേഹം. എനിക്ക് അങ്ങോട്ട് സൂയിച്ച്.